എന്നെ ഫേസ്ബുക്ക് ഫാമിലിയും ഹെവൻലി ഫീസ്റ്റിലെ എൻ്റെ കുടുംബാംഗങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. It is a joy to come back again with all of you. നമുക്കൊന്നിച്ച് വീണ്ടും കൂട്ടായ്മ ആചരിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തിനായി സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പലരും മെസ്സേജ് അയക്കുകയായിരുന്നു, വി ആർ വെയിറ്റിംഗ്. യെസ്, ഐ വാസ് ഓൾസോ വെയിറ്റിംഗ്. ടുഡേ വാസ് എ വെരി ബിസി ഡേ. രാവിലെ മുതൽ ഇറ്റ് വാസ് വെരി ബിസി ആൻഡ് ഐ വാസ് പ്രേയിങ്. കർത്താവേ, ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞല്ലോ, ഒരു ക്രൂസൈഡിന് ഒരുങ്ങുന്ന പോലെ. കാര്യം thousands upon thousands are waiting to have this fellowship. Number one. Number two, ഈ സമയം കഴിഞ്ഞ ഉടനെ തന്നെ ഇറ്റ് ഗോസ്, ഷെയർ ദിസ് ടു ഓൾ യുവർ ഫ്രണ്ട്സ്, യുവർ റിലേറ്റീവ്സ്. വീടുകളിൽ ഇരിക്കുന്ന പലരും ഉണ്ട്, അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. ഇപ്പം തന്നെ take your phones, pick up your phones and call up your friends and share maximum that the word of God will be spread. അപ്പോസ്തല പ്രവൃത്തിയിൽ മനോഹരമായൊരു വചനമുണ്ട്. ദൈവവചനം അവിടെ മുഴുവൻ നിറച്ചു. നിങ്ങളും ഞാനും ഒന്നിച്ച് പ്രാർത്ഥിച്ച് വിചാരിച്ചാൽ എല്ലാവർക്കും ഇത് അയക്കാൻ പറ്റും. ദൈവവചനമാ ചൈതന്യം, ദൈവവചനമാ ജീവൻ. ആൻഡ് എല്ലാ ദിവസവും ദൈവവചനം നമ്മൾ കേൾക്കുകയും പറയുകയും ഉള്ളിൽ ഇത് വസിക്കുകയും ചെയ്യുമ്പോൾ വലിയ സമാധാനവും സന്തോഷവും ആണ് വരുന്നത്. ഇന്ന് നമുക്ക് ഒത്തിരി പ്രയർ റിക്വസ്റ്റ് വരാറുണ്ട്. പീപ്പിൾ ഷെയർ ദർ എക്സ്പീരിയൻസ് ഫ്രം വേൾഡ് ഓവർ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ക്വാറന്റൈനിലിരിക്കുന്നവർ ദേ ആർ ഗോയിങ് ത്രൂ എ റിയൽ ടഫ് ടൈം. കാര്യം അവർ ട്രാവൽ ചെയ്തു വന്നു. ജസ്റ്റ് ബിക്കോസ് ദേ ട്രാവൽ ടു സർട്ടൻ നേഷൻ. ചില രാജ്യങ്ങളിൽ അവർ വന്നിരിക്കും, അവർ ക്വാറന്റൈനിൽ ഇരിക്കണം, 100% ഇരിക്കണം. പക്ഷേ ഒരു മുറിക്കുള്ളിൽ സെപ്പറേറ്റഡ് ഫ്രം ദെയർ ഫാമിലീസ്, സ്വന്തം ഭാര്യ മക്കളെയും കാണാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്ത മാനസികമായ ഒരു പ്രഷറിലാണ് അവരിയ്ക്കുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഓഫ് കോഴ്സ് വി ഷുഡ് പ്രേ ഫോർ ഓൾ ദ നമ്മുടെ നഴ്സുമാർ, സഹോദരിമാർ, ഡോക്ടേഴ്സ്, അവിടുത്തെ പോലീസ്. നമ്മൾ ഇന്നലെ പ്രാർത്ഥിച്ചു. അവരെല്ലാം ഓൺ ദ ഗ്രൗണ്ട് ദേ ആർ ഫേസിങ് ഇറ്റ്. അപ്പോൾ തന്നെ മുറിക്കുള്ളിൽ ക്വാറന്റൈനിലിരിക്കുന്നവരുടെ മാനസിക അവസ്ഥ, ചിലരൊക്കെ ഐ ഗെറ്റ് ഫോൺ കോൾസ് ഫ്രം ഓൾ അറൗണ്ട് ദ വേൾഡ്. ലോകമെമ്പാടും നിന്നും പല രാജ്യങ്ങളിൽ നിന്നും അവരെ ക്വാറന്റൈൻ ചെയ്തിരിക്കുമ്പോൾ the pressure they are under, അത് മനസ്സിലാക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. ആൻഡ് വി ടേക്ക് കെയർ ഓൾസോ. പ്രാർത്ഥിക്കുകയും കരുതുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. സോ ലെറ്റ് us pray for all of them. അപ്പോൾ തന്നെ take your phone calls, take your telephones and call them. ചിലർക്ക് ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് വർത്താനം പറയുമ്പം ഹി സെഡ്, എങ്ങനെയാണ് ഈ ഫേസ്ബുക്കിലോട്ട് കയറുന്നതെന്ന് അറിയത്തില്ല. സോ ഫേസ്ബുക്ക് ലൈവ് ഉണ്ടെന്ന് പറയുകയല്ല, അതിൻ്റെ ആ ലിങ്ക് കൂടെ അയച്ചു കൊടുത്താൽ അവർക്കത് പ്രസ് ചെയ്താൽ മതി. സോ ദാറ്റ് ദേ ക്യാൻ എൻറ്റർ ഇൻറ്റു. പലർക്കും ലൈക്ക് എൻ്റെ ജനറേഷൻ, എനിക്കൊന്നും ഇതിൻ്റെ ടെക്നോളജി ഒന്നും അറിയത്തില്ല. ഇതെല്ലാം വെച്ച് തരുന്നത് കൊണ്ടാണ് എനിക്ക് ഫേസ്ബുക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നത്. സോ ആ ഫേസ്ബുക്കിൻ്റെ ലിങ്കോടെ അങ്ങ് അയക്കുകയാണെങ്കിൽ അവർക്കത് ഞെക്കിയാൽ മതി, ഉടനെ ലൈവിലോട്ട് പോകാൻ സാധിക്കും. ഇന്ന് രാവിലത്തെ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. മാത്രമല്ല ഒത്തിരി സൗഖ്യങ്ങളും ഒത്തിരി സമാധാനം, ഒത്തിരി സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസസ് ഈ ദിവസങ്ങളിൽ. I'm receiving so many emails and I thank God for everything. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ, of course I don't want to spend time saying that, but ഒത്തിരി
ആൻഡ് ഡൗട്ട്സ് ആർ ഗെറ്റിംഗ് ക്ലിയർഡ്. അന്ധത മാറുന്നു. എന്നോട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് വന്ന ഇമെയിൽസൊക്കെ, യു ആർ ടോക്കിംഗ് സംതിങ് സോ സിമ്പിൾ ബട്ട് ഇറ്റ് ഈസ് സോ ഡീപ്പ് ദാറ്റ് ഐസ് ആർ ഗെറ്റിംഗ് ഓപ്പൺഡ്. വാസ്തവത്തിൽ സോ ലെറ്റ് us pray. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങ് യു ആർ ദ സ്പിരിറ്റ് ഓഫ്, യു ആർ ദ കംഫർട്ടർ, ഹോളി സ്പിരിറ്റ്. യു ആർ ദി സ്പിരിറ്റ് ഓഫ് എൻകറേജ്മെൻറ്റ്. ഇന്ന് ക്വാറന്റൈനിൽ കഴിയുന്ന ഓരോരുത്തരുടെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദേ ആർ കൺഫൈൻഡ്. ഒരു മുറിക്കകത്തിരിക്കുമ്പോൾ അവർക്ക് മാനസികമായ ഒത്തിരി പരിഭ്രാന്തിയിലൂടെ അവർ പോകുന്നത്. പ്രാർത്ഥിക്കുന്നു, അങ്ങ് ആശ്വസിപ്പിക്കണം, അങ്ങ് ഉത്സാഹിപ്പിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവെ. ഈ ഇന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ എല്ലായിടത്തും ആ മുറിക്കുള്ളിലിരിക്കുന്നവർക്ക് അങ്ങയുടെ ആ സ്പർശനം, അങ്ങയുടെ ആ കൂട്ടായ്മ അധികമായി ദിവസങ്ങളിൽ ലഭിക്കട്ടെ എന്ന് യേശു ക്രിസ്തു മുഖാന്തരമായി പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വി ആർ ഓൾ ടുഗെദർ. ഞങ്ങൾ ഒരു കുടുംബമായിട്ട് ലോകമെമ്പാടും രാജ്യങ്ങളിൽ നിന്ന് പലയിടത്തുനിന്നും എല്ലാവരും കാണുവാനുള്ള ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ മേൽ കൃപയുണ്ടായിരിക്കണം. അങ്ങ് അവരെ ആശ്വസിപ്പിക്കണം. അവരെ വളരെ അധികം ഇന്ന് ഈ ദിവസങ്ങളിൽ കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ സ്പർശനം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നും ഞങ്ങൾ ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന ഓരോ ദിവസവും കർത്താവെ, മോളിൽ ചുമതലപ്പെട്ടവർ ഡയറക്ഷൻ കൊടുക്കുമ്പോൾ അവർ ഡയറക്ഷൻ കൊടുക്കുക, പക്ഷെ താഴെ ഫേസ് ടു ഫേസ് നിന്ന് ഇതിനെ അഭിമുഖീകരിക്കുന്ന നഴ്സസ്, ഡോക്ടേഴ്സ്, അവിടുത്തെ അറ്റൻഡേഴ്സ്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും പേഷ്യൻസും ധൈര്യവും കൃപയും കരുതലും അങ്ങയുടെ പ്രൊട്ടക്ഷനും അവർക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. സന്നദ്ധ സംഘടനകൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഞങ്ങളുടെ തന്നെ കുടുംബത്തിലെ അംഗങ്ങളാണല്ലോ റീച്ച് വേൾഡ് വൈഡ്. കർത്താവ്, റീച്ച് വേൾഡ് വൈഡിലെ എല്ലാ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേ ആർ ഓൾസോ ഗോയിങ് ഔട്ട് ആൻഡ് സെർവിങ് ദ സൊസൈറ്റി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അങ്ങയുടെ രക്തത്താൽ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. Go everywhere, O Lord. Let there be a spirit of encouragement. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആൻഡ് ഓൾസോ ഫാദർ, ഐ പ്രേ ദാറ്റ് ആസ് വി ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു ദിസ് സെഷൻ, അനോയിൻറ്റ് എവറി സിംഗിൾ വേർഡ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെ, ഓരോ വാക്കുകളെ അങ്ങ് ഇതിനെ എടുത്തോണ്ട് പോയി സ്പിരിറ്റിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലെറ്റ് ദർ ബി ആൻ ഓസം പ്രസൻസ് സറൗണ്ടിങ് എവറിവെയർ. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Hallelujah. It is so glorious. Already we can feel the Holy Spirit in action. Now, ഇന്നലെ നമ്മൾ നിർത്തി നമുക്ക് തുടങ്ങാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25-ാമത്തെ വചനമാണ്. ഈ ദിവസങ്ങളിൽ the message is the inner chamber or abiding in Christ Jesus. യേശു ക്രിസ്തുവുമായിട്ടുള്ള വസിക്കുന്ന അനുഭവം, അതാണ് ഈ ദിവസങ്ങളുടെ മുഴുവൻ മെസ്സേജുകൾ. നൗ ആ മെസ്സേജുകൾ എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ട് ഏറ്റു പറയണം, അത് രക്ഷിക്കപ്പെടുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജഡിക മനുഷ്യന് അല്ലെങ്കിൽ വീണ്ടും ജനിക്കാത്തവർക്ക് ദൈവത്തിൻ്റെ ഒരു കാര്യവും പിടികിട്ടത്തില്ല. കാര്യം ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തിനെ നമ്മുടെ റീസണിങ് ഫെസിലിറ്റി വെച്ച്, നമ്മുടെ ബുദ്ധി വെച്ച് പിടികിട്ടത്തില്ല. ഇത് കെമിസ്ട്രി ലാബിൽ കണ്ടുപിടിക്കാവുന്ന സാധനമല്ല. ഇറ്റ് ഈസ് ഇൻവിസിബിൾ, ഇറ്റ് ഈസ് സ്പിരിച്വൽ. മാത്രമല്ല, അതിനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം, വീണ്ടും ജന്മം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ഇത് രണ്ടും എല്ലാവർക്കും അറിയാൻ വേണമെന്ന്. പക്ഷേ പലരും പറയാറുണ്ട്, ഈ നിലനിൽക്കുന്ന സന്തോഷം എങ്ങനെയാണ് ലഭിക്കേണ്ടത്, ആടി ഒലയാത്ത സന്തോഷം എങ്ങനെ കിട്ടും? അത് മൂന്നാമത്തതൊന്നാണ്, കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു കൂട്ടായ്മ, ഇൻ ദ ഇന്നർ ചേഞ്ചർ, ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക, ഡ്വെല്ലിംഗ് ഇൻ ദ പ്രസൻസ്. ഈ ദിവസങ്ങളുടെ ഓരോ ദിവസത്തെ മെസ്സേജും വിൽ എൻകറേജ് യു മോർ ആൻഡ് മോർ ടു ഡ്വെൽ ഇൻ ഹിസ് പ്രസൻസ്.
ആ കർത്താവിൻ്റെ ആ പ്രസൻസിൽ ഡ്വെൽ ചെയ്യുന്ന അല്ലെങ്കിൽ വസിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു എന്നാ പറയേണ്ടത് സൂപ്പർ സ്പിരിച്വൽ എന്നാ പറയേണ്ട ഒരു എൻ്റെ റോങ് സൈഡുമുണ്ട്. ആത്മീയത കളിക്കുക എന്ന് പറയും, അതാകരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് സുബോധത്തിൻ്റെ ആത്മാവിന്. പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവ്. ഹീസ് എ സ്പിരിറ്റ് ഓഫ് സൗണ്ട് മൈൻഡ്. സുബോധമുണ്ട്. പരിശുദ്ധാത്മാവ് സുബോധം കളയുന്നവനല്ല, സുബോധമുണ്ട്. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ മോർണിംഗ് അവർ ഓർ ദ ഈവനിങ് അവർ. ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പം രാവിലെ ഞാൻ കർത്താവിന് ആയിട്ടുള്ള സമയം ചെലവഴിക്കാറുണ്ട്. ബട്ട് ഏർലിയർ ഡേയ്സ് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാര്യം രാവിലെ മുതൽ പല ബിസിനസ്സിൻ്റെ കാര്യം ഇടപെടേണ്ടത് കൊണ്ട് ഐ യൂസ് ടു സ്പെൻഡ് ടൈം ഇൻ ലേറ്റ് നൈറ്റ്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ശാന്തമായി കർത്താവുമായിട്ട് ഇരിക്കുമായിരുന്നു. അത് ചിലപ്പം 1 മണിയായിരിക്കും, ചിലപ്പോൾ 2 മണിയായിരിക്കും. അവിടെ മുതൽ ചിലപ്പം 6 മണി വരെ ഇറ്റ് വുഡ് ഗോ അവേഴ്സ്. ബട്ട് നൗ ഇറ്റ് ഈസ് ഇൻ ദ മോർണിംഗ് ബിക്കോസ് ഐ ഹാവ് ടൈം. രാവിലെ ഐ ഗെറ്റ് അവിടുന്ന് ആ ഇന്നർ ചേംബർ എക്സ്പീരിയൻസ്, കർത്താവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടായ്മ ആചരിച്ചു കഴിഞ്ഞാൽ ദെൻ യു ആർ റെഡി ടു ഫേസ് ദ വേൾഡ്. ലോകത്തിലെ ഏത് ഒലച്ചിലിൻ്റെ ഇടയിലും നിൽക്കാനുള്ള, ഇത് വീണ്ടും ഞാൻ പറയാം, സുബോധത്തിൻ്റെ ആത്മാവ്. ഇത് ഒരിക്കലും നമ്മളെ അങ്ങോട്ട് മതഭ്രാന്താകത്തില്ല. ഞാനിങ്ങനെ നമ്മൾ ആദരവ് കൊടുക്കേണ്ടവരെ ആദരിക്കും, നമ്മൾ താഴ്മയായിട്ട് നിൽക്കേണ്ടവർക്ക് താഴ്മയായിട്ട് നിൽക്കും. ഞാൻ ആത്മീയനായതുകൊണ്ട് ചിലപ്പം കർത്താവ് ദൂത് തന്നാൽ അപ്പനോട് എടാന്നൊന്നും കയറി മകനേന്നൊന്നും കയറി വിളിക്കത്തില്ല. സുബോധത്തിൻ്റെ ആത്മാവ്. ഈ ദിവസങ്ങളിൽ ചിലരുടെയൊക്കെ ഹൃദയം കത്തുന്നുണ്ട്. ദൈവവചനം ഹൃദയത്തിൻ്റെ കത്തുന്ന ഇറ്റ് ഈസ് നാച്ചുറൽ. ബട്ട് ഐ വോണ്ട് യു ടു ഗോ എ സ്റ്റെപ്പ് ഫർദർ. പലപ്പോഴും പലരുടെയും ചോദ്യം എങ്ങനെയാണ്, ഹൗ ഡു വി റീച്ച് ദെയർ? ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് വി ആർ ഹിയറിങ് ദീസ് ഡേയ്സ്. ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരുക്കിയ ദിവസങ്ങളാണ്. ഒത്തിരി ഇമെയിൽ വന്നു. ഞങ്ങൾ ആദ്യമേ ഈ ലോക്ക്ഡൗൺ കേട്ടപ്പോൾ ഭയപ്പെട്ടു പോയി. പക്ഷെ ഇപ്പം മനസ്സിലായി, കർത്താവിന് സ്തോത്രം, ലോക്ക്ഡൗൺ അല്ലായിരുന്നെങ്കിൽ സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും എല്ലാം ദിവസവും ഇരുന്ന് വചനം കേൾക്കത്തില്ലായിരുന്നു. ലോക്ക് ചെയ്തിരിക്കുക കർത്താവിൻ്റെ പ്രസൻസിൽ. ഒരു നിർബന്ധിത ബൈബിൾ സ്കൂളിലോട്ട് കർത്താവ് കൊണ്ടുവന്നിരിക്കുക. ഇരുത്തിയിരിക്കുന്നത് എഴുന്നേൽപ്പിക്കാനാണ്. ആൻഡ് വെൻ വി അറൈസ്, ഐ വിൽ ടെൽ യു, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഗ്രേറ്റർ ഗ്ലോറി. വീണ്ടും ഞാൻ പറയാം, സ്പിരിച്വൽ സുബോധം നഷ്ടപ്പെടുന്നതല്ല പരിശുദ്ധാത്മാ ഒരിക്കലും. ഞാൻ പണ്ട് ഈ ഇൻസിഡൻസ് ഒക്കെ പറയുന്നത് സോ ദാറ്റ് യു ഡോണ്ട് ഗോ ഇൻ ടു ഇറ്റ്. പണ്ടൊരു സഹോദരി ഞങ്ങളുടെ അവിടെ വരുമായിരുന്നു. സോ ആ സഹോദരി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭർത്താവും മക്കളോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ കയറുക. അപ്പോൾ അവർക്കും സന്തോഷം, പ്രാർത്ഥിക്കാൻ കയറുമല്ലോ, വേറെ ഒന്നിനും അല്ലല്ലോ. സോ അവർ പ്രാർത്ഥിക്കാൻ കയറി, ഇറങ്ങി വന്നു. പിന്നെ ഭർത്താവിനോട് മകനെ എന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കുന്നു. മകനെ, ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു. അപ്പം ഇവരെല്ലാം പഞ്ചപുച്ഛമായിട്ട് കൂടെ അങ്ങ് നിൽക്കും. ഞാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയും, എത്ര വലിയ ആത്മീയനാണേലും വീട്ടിൽ ഭർത്താവും ഭാര്യയായിരിക്കണം. വീട്ടിൽ ചെല്ലുന്നത് പാസ്റ്ററായിട്ടോ പ്രവാചകിയോ ആയിട്ടല്ല. ഓർഡിനറി ദൈവം വളരെ സൗണ്ട് മൈൻഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ സഹോദരിയുടെ ഇവർ പഞ്ചപുച്ഛം കളിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സഹോദരി പിന്നെ എപ്പോഴും പ്രാർത്ഥനയാണ്. വീട്ടിൽ 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്, അടുക്കള കാര്യങ്ങൾ നിൽക്കുന്നു, വീട്ടിലെ കാര്യം നിൽക്കുന്നു. ഇവർ പാചകം ചെയ്യാൻ പിന്നെ അടുക്കളയിൽ കയറത്തില്ല. അവർ പ്രാർത്ഥിക്കുക, എപ്പോഴും മുറി അടച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഓർത്ത് നോക്കിക്കേ, ഈ മലയുടെ മുകളിൽ പത്രോസും യോഹന്നാനും യാക്കോബും ആയിട്ട് യേശു കയറിയപ്പോൾ താൻ ആരാന്ന് വെളിപ്പെടുത്തി, അല്ലെ? ഗ്ലോറി റിവീൽഡ് ആയിരുന്നു. അവിടെ ഞാൻ വരുമ്പോൾ യു വിൽ ബി എക്സൈറ്റഡ് ഹൗ ദ ഗ്ലോറി ഗെറ്റ്സ് റിവീൽഡ്. ഉടനെ പത്രോസും പറഞ്ഞ വാക്കെന്തായി, നമുക്ക് ഇവിടെ അങ്ങ് കൂടിയേക്കാം എന്ന്. നല്ല യെസ്,
the presence of God is so beautiful, you don't want to leave. അവിടെ നിന്ന് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു പ്രായോഗിക ജീവിതമുണ്ട് നമ്മുടെ മുമ്പിൽ. യു മൈറ്റ് ബി എ ഡോക്ടർ, യു മൈറ്റ് ബി എൻ എൻജിനീയർ, യു മൈറ്റ് ബി എ ബാങ്ക് ഓഫീസർ. അതൊരു പ്രായോഗിക ജീവിതമായ റെസ്പോൺസിബിലിറ്റിയുമുണ്ട്. ഇവിടെ വെച്ച് ഞാനൊരു വളരെ ഗൗരവമായ ഒരു കാര്യം പറയാം. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നമ്മുടെ ദർശനവും സാന്നിധ്യവും കൊണ്ട് ദൈവത്തിന് ഒരു ഗുണവും കിട്ടത്തില്ല. യേശുവിനും പറയാമായിരുന്നു അല്ലേ, എന്തൊരു സാന്നിധ്യമാണ്, ഏലിയായും മോശയും പിതാവാം ദൈവവും എല്ലാം വന്നു മേഘം പോലെ സാന്നിധ്യമൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇറങ്ങായിരുന്നു. പക്ഷേ ഇല്ല, യേശു പറഞ്ഞു താഴെ പോകാം. താഴെ നിലവിളിക്കുന്ന ജനമുണ്ട്. ഹി came down. നമ്മൾ ദൈവസന്നിധിയിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവും, ഇറ്റ് ഈസ് എ പവർ ദാറ്റ് എനേബിൾസ് അസ് ടു സെർവ് ദ പീപ്പിൾ. മറ്റുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭർത്താവാകാൻ സാധിക്കും, കുറച്ചുകൂടെ നല്ല ഭാര്യയാകാൻ സാധിക്കും, അനുസരണമുള്ള മക്കളാകാൻ സാധിക്കും. ഈ സഹോദരി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രായോഗികമായി പാചകം ചെയ്യണം. വീട്ടിൽ അവർക്ക് വിശക്കാൻ തുടങ്ങിയപ്പം ഭർത്താവ് തന്നെ കയറി അങ്ങ് അപ്പോൾ അവർക്ക് ഈ പശു വളർത്തൽ. അപ്പം വെളിയിൽ പോയി പുല്ല് വെട്ടിക്കൊണ്ട് വരണം, പശുവിനെ നോക്കണം, കുളിപ്പിക്കണം. നേരത്തെ ഇവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രാർത്ഥന അങ്ങോട്ട് കയറി. എനിക്ക് തോന്നുന്നത് ദിസ് ഇസ് എ റോങ് സൈഡ് ഓഫ് സ്പിരിച്വാലിറ്റി. ഈ റോങ് സൈഡ് കണ്ടിട്ടാണ് ആൾക്കാർ ആത്മീയരെ കളിയാക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ സഹോദരി പറഞ്ഞു, എന്നോട് ദൈവാത്മാവ് പറഞ്ഞു ഇനി പുല്ലൊന്നും വെട്ടാൻ പോകണ്ട. ചിലർ ഉടനെ തന്നെ നമ്മൾ കർത്താവ് വിളിച്ച ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലം വിട്ടേച്ച് ഉടനെ നമ്മൾ പോകരുത്. ഞാൻ ബിസിനസ്സായിട്ടാണ് രക്ഷിക്കപ്പെട്ടു. ഐ കീപ്റ്റ് ഓൺ ഡൂയിങ് മൈ ബിസിനസ്. ആ ബിസിനസ് അവിടെ ഇരുന്നപ്പോൾ അനേകരെ നേടാൻ പറ്റി. അവിടുന്ന് ഐ ബിക്കെയിം സോ ബിസി ദാറ്റ് ഞാൻ കയറാൻ മേലാത്ത പോലെ ബിസിയായി. സോ ദൈവം ഒരിക്കലും ഒരാളെ ചെയ്യുന്ന കാര്യം നിർത്തിയിട്ട് ഫുൾ ടൈം മിനിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവനല്ല. ടിൽ ദർ ഈസ് എ സ്പെഷ്യൽ കോളിംഗ് ആൻഡ് അനോയിൻറ്റിങ് ദാറ്റ് വിൽ ടേക്ക് യു ഔട്ട്. നേരത്തെ പറഞ്ഞല്ലോ, പടകും മുക്കി വലയും കീറി ഇറങ്ങട പത്രോസെ എന്ന് പറഞ്ഞവനല്ല കർത്താവ്. ക്ഷാമം ആയിരുന്നപ്പോൾ നിറച്ചു. പത്രോസിൻ്റെ തീരുമാനമായിരുന്നു ഞാൻ മുമ്പോട്ട് വരിക. ബട്ട് ദെയർ അഗെയിൻ ഓർത്ത് നോക്കിക്കേ, സുബോധം നഷ്ടപ്പെട്ട ഒരുവൻ, ആ ഗദർ ദേശത്തെ ഭൂതം ബാധിച്ചവൻ, അവനെ യേശു സൗഖ്യമാക്കി ഉടനെ അവന് സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ അങ്ങ് ഇറങ്ങുക ഫുൾ ടൈം. യേശു പറഞ്ഞു, പോയി നിൻ്റെ സ്വന്തം കൂട്ടുകാരോടും ചർച്ചക്കാരോടും പോയി പറ ദൈവം ചെയ്തത് എന്താണ്. സോ ഫസ്റ്റ് യു ഷുഡ്. ഇവിടെ ചിലർക്ക് ഒരു സംശയമുണ്ട്, ഹൗ ഡു ഐ നോ മൈ കോളിംഗ്, എൻ്റെ വിളി എങ്ങനെ അറിയാം. ചിലരോട് ആരെങ്കിലും പ്രവാചകൻ പറയും നിൻ്റെ അപ്പോസ്തോലിക വിളിയാണ് എന്ന് പറയുമ്പോൾ പിന്നെ അദ്ദേഹം അപ്പോസ്തലനായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. കാണുന്നവരോട് സുവിശേഷം എന്താ? ക്രിസ്ത്യാനിയാകാനായിട്ടല്ല, ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു രക്ഷകനുണ്ട്. ദർ ഇസ് എ ക്രൈസ്റ്റ് ഹു ലവ്സ് യു സോ മച്ച്. അവിടെ ആസ് യു ഡു ഇറ്റ് പ്രാക്ടിക്കലി, ഐ ക്യാൻ ടെൽ യു ആൻഡ് ഗ്യാരണ്ടി യു. ചിലരൊക്കെ ഞാൻ അപ്പോസ്തലനായിട്ട് വിളിക്കപ്പെടും, അതിൻ്റെ ഇൻവിറ്റേഷൻ കാത്തിരിക്കുക. അങ്ങനെയല്ല. പ്രായോഗികമായി അയലോക്കംകാരോട് യു സ്റ്റാർട്ട് സ്ലോലി. ജെറൂസലേം അല്ലേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ജെറൂസലേമിൽ ആരംഭിക്കുന്നത്, വീട്ടിലാരംഭിക്കുന്നത്, വീട്ടിലാണ് നിങ്ങളുടെ സാക്ഷ്യം വഹിക്കുന്നത്. അതിൻ്റെ പിന്നെ ചുറ്റുവട്ടം, അങ്ങനെ പതുക്കെ യു വാക്ക് ഇൻ ടു യുവർ കോളിംഗ്. അല്പത്തിൽ വിശ്വസ്തരായിരിക്കുന്നവരെ അല്ലേ ഏറെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. ആ അല്പത്തിൽ നമ്മൾ വിശ്വസ്തയല്ലല്ലോ. ഏതായാലും ഈ സഹോദരി പറഞ്ഞു ഇനിയും പുല്ല് വെട്ടാനുമില്ല. അപ്പം ഭർത്താവും കുഞ്ഞുങ്ങളും അവർക്ക് സ്കൂളിൽ പോകണം, ഭർത്താവിന് വേറെ ജോലിയുണ്ട്, ഈ പാല് കൊണ്ട് വീടുകളിൽ കൊടുക്കണം. ഈ മുഴുവൻ ചുമതലയും ഈ ഭർത്താവും പാവപ്പെട്ട 2 മക്കളുടെ പേരുമാണ്. ഇവർ മുറിക്കകത്തുനിന്ന് ഇറങ്ങത്തില്ല. പാചകം ചെയ്യുന്നു, ഇവർക്ക് കൊണ്ട് കൊടുക്കുന്നു, ഇവരെപ്പോഴും പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുക. അത് സുബോധത്തിൻ്റെ ആത്മാവല്ല, പ്രായോഗികമായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, സ്വന്തം കുടുംബത്തെ നോക്കാൻ അറിയാൻ മേലാത്തവൻ എങ്ങനെ അവൻ സഭ നോക്കും? സ്വന്തം കുടുംബത്തിലുള്ള ഉത്തരവാദിത്തം. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ ഭർത്താവിന് ദേഷ്യം വരും.
ഭർത്താവ് പറഞ്ഞു, മര്യാദയ്ക്ക് ജോലി എല്ലാവരോടും ഒന്ന് ചെയ്യാൻ പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഇനി മിണ്ടണ്ട. അവൻ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇപ്പം ഇങ്ങോട്ട് എന്നാ പറഞ്ഞാലും ദാറ്റ് ഈസ് റോങ്. പിശാജ് ഞാൻ പറയാം, പിശാജിൻ്റെ കയ്യിൽ നിന്നും നമ്മളെ യേശു ക്രിസ്തു വിടുവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല. പിശാജിൻ്റെ തന്ത്രങ്ങളെ സൂക്ഷിച്ചോണം. തന്ത്രം നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ മനസ്സിനെ ആത്മീയതയിൽ തന്നെ മറിച്ച് കളയും. അധികമായി അങ്ങ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, God is not interested in our vision or spirituality if you are not fulfilling the duty and responsibility. അത് വളരെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലിരിക്കണം, പ്രാർത്ഥിക്കണം. അപ്പം തന്നെ പ്രായോഗികമായ ഉത്തരവാദിത്വം, എൻ്റെ പ്രായോഗികമായ ഉത്തരവാദിത്വം ഞാൻ പറയാം. എൻ്റെ ആദ്യത്തെ പ്രായോഗികമായ ഉത്തരവാദിത്വം ഒരു നല്ല ഭർത്താവായി ഭാര്യയ്ക്ക് നിൽക്കുക. രണ്ടാമത്തെ എൻ്റെ ഉത്തരവാദിത്വം നല്ലൊരു അപ്പനാകണം 3 മക്കൾക്ക് വേണ്ടി. മൂന്നാമത്തെ ഉത്തരവാദിത്വം ഹെവൻലി ഫീസ്റ്റ് എന്ന സഭയുടെ ഇടയനായി അവരുടെ മുഴുവൻ ആത്മീയവും കരുതലിൻ്റെ കാര്യം ചെയ്യുക. ഐ എം എ ഫാദർ, സ്പിരിച്വൽ ഫാദർ ടു എ മൂവ്മെൻറ്റ്, ഹെവൻലി ഫീസ്റ്റ്. നാലാമത്തതാ സുവിശേഷീകരണവും ബാക്കിയുള്ളവരുടെ കാര്യം നോക്കുന്നത്. ഓരോ കാര്യത്തിലും അതിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ മേലുണ്ട്. ഹെവൻലി ഫീസ്റ്റിലെ ഓരോരുത്തരും, ഞാൻ നേരിട്ട് അവരെ കണ്ടില്ലെങ്കിലും അവരെൻ്റെ പ്രാർത്ഥനയിലുണ്ട്. അവരെ ഓരോ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അപ്പളെ അതിൻ്റെ ഒരു അപ്പനും മക്കളുടെ പോലത്തെ അനുഭവമാണ് ആ ഹെവൻലി ഫീസ്റ്റ് ചർച്ചിന്. എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ അത് മറന്നിട്ട് ലോകം മുഴുവൻ ഞാൻ നേടുമെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, ആദ്യമേ നീ നല്ല ഭർത്താവാണ്, ആദ്യമേ നീ നല്ല മക്കൾക്ക് നല്ലൊരു അപ്പനാണ്, അത് കഴിഞ്ഞിട്ട് വയൻ്റെ എടുക്കുക. സോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് ഒരു മതഭ്രാന്താകരുത്. പണ്ടൊക്കെ ഞാൻ വിശ്വാസത്തെ ഇറങ്ങിയ സമയത്ത് ചിലരൊക്കെ എനിക്ക് കൈ തരത്തില്ല. അവർ പറയുന്നത് ഞാൻ ജാതിയാണ്. ഞാൻ ജാതി എന്തിനായെന്നും പറയാം, ഈ ചെറിയ മോതിരം ഇട്ടിരിക്കുന്നുണ്ട്. അവർ നീ ജാതിയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ ജാതി? കണ്ടോ, മീശ വെച്ചിരിക്കുന്നു, മോതിരം ഇട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, പ്രൈസ് ദി ലോർഡ് പറയാം. അതല്ല, അതുവഴി ഭൂതം ഇങ്ങനെ ഇറങ്ങി വരും. അങ്ങനെ പേടിക്കുന്ന യേശുവാണെങ്കിൽ ആ യേശുവിനെ വേണ്ട നമുക്ക്. നമ്മിൽ നിന്നും ദൈവശക്തി അവർ. രക്തസ്രവക്കാരി സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ യേശു പറഞ്ഞില്ലേ, ഞാൻ അശുദ്ധനാവെന്ന് പറഞ്ഞ് ഓടിയില്ല. മറിച്ച് യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു. കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ അവൻ്റെ കുഷ്ഠം ഇങ്ങോട്ട് വന്നതല്ല, യേശുവിൻ്റെ ശക്തി ആ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. നമ്മൾ മനസ്സിലാക്കണം ആ പ്രായോഗിക സ്പിരിച്വാലിറ്റി. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ്. ഇത് മൂന്നുമാണ് ഹോളി സ്പിരിറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ നേച്ചർ. നമ്മുടെ എന്നാ പറയേണ്ടത്, നമ്മളെ അങ്ങോട്ട് ഭയങ്കര സ്പിരിച്വാലിറ്റി ആക്കി ഇളക്കി മറിച്ച് പിന്നെ എല്ലാം ഭയങ്കര അതുകൊണ്ടാണ് നമ്മൾ പലരെയും വിശ്വാസികളെയും ആൾക്കാർ കളിയാക്കുക. മാത്രമല്ല നമ്മളങ്ങ് ശപിച്ചേക്കും ആൾക്കാരെ. കണ്ടോ, നിന്നെയൊക്കെ അടിച്ച് ശരിയാക്കും, എന്നോടാണോ അല്ലല്ല, ദൈവം കരുണയുള്ളവനാണ്. നമ്മുടെ വായിന്ന് ഒരിക്കലും കർത്താവ് ചെയ്യാനുള്ള ചെയ്തോട്ടെ, പ്രതികാരം എനിക്കുള്ളത് ഞാനത് ചെയ്യും, അത് ചെയ്തോട്ടെ. നമ്മളായിട്ട് എന്തിനാ നമ്മൾ ഒരാളെ രക്ഷിക്കാനായിട്ടാണ് നിൽക്കുന്നത്. മടങ്ങി ഞാൻ വരാം. ഇത് പറയാൻ കാരണം, ഇഫ് വി ലിവ് ഇൻ ദ സ്പിരിറ്റ് ലെറ്റ് us ഓൾസോ walk ഇൻ ദ സ്പിരിറ്റ്. 25-ാമത്തെ വാക്യം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:25. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നമുക്ക് അഭിഷേകം വേണം. നമുക്ക് സ്പിരിച്വൽ എന്നാ പറയേണ്ട എക്സ്പീരിയൻസസ് വേണം. എന്നാൽ ആത്മാവിനാൽ നടത്തപ്പെടാനായിട്ട് നമുക്ക് താല്പര്യമില്ല. കൃപാവരം വേണം, അഭിഷേകം വേണം. പല സ്ഥലത്തും പോകുമ്പോൾ തങ്ങൾ പ്രാർത്ഥിച്ചു, കുറച്ചുകൂടെ അഭിഷേകം എനിക്ക് തരാൻ പറ്റത്തില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ലെറ്റ് us ബി വെരി ക്ലിയർ.
ഒരു മനുഷ്യൻ വിചാരിച്ചാലും നിങ്ങൾക്ക് അഭിഷേകം തരാൻ പറ്റത്തില്ല. അഭിഷക്തൻ ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തു. അവനിൽ നിന്നല്ലോ കൃപ മേൽ കൃപ നമ്മുടെ മേൽ. ഔട്ട് ഓഫ് ഹിം, കർത്താവിൽ നിന്നുമാ കൃപ മേൽ കൃപ. ആൻഡ് അത് ഡിപ്പെൻസ് ഓൺ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഹാർട്ട്. മനസ്സിലായോ? മനസ്സിൻ്റെ ദാറ്റ് വില്ലിങ്നെസ്. ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ വചനം. പലർക്കും അനുഭവങ്ങളുണ്ട്. ബട്ട് ഡോണ്ട് സ്റ്റോപ്പ് ദെയർ. ഡോണ്ട് സ്റ്റോപ്പ് ദെയർ. ദർ ഇസ് എ ഹയർ ലെവൽ ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. വെറും ഒരു ഭയങ്കര സാന്നിധ്യമായിരുന്നു. സാന്നിധ്യം വന്നിരിക്കും. കാര്യം സാന്നിധ്യം ഉണ്ട്. നൗ ഒരു 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 അനുഭവം ഞാൻ ഷെയർ ചെയ്യാം. അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ നിന്നും ഷെയർ ചെയ്യാം. അപ്പോസ്തല പ്രവൃത്തിയിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു അനുഭവമാണ്. നൗ വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയാം, ബി ഓഫ് സൗണ്ട് മൈൻഡ്. ഞാൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ ലീഡേഴ്സിനോട് പറയാറുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, വളരെ നിർബന്ധമായി ചെയ്യണം. ഒന്ന് രണ്ട് കാര്യത്തിൽ, ഒന്ന് ആശുപത്രി പേഷ്യൻസിന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കരുത്. ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവരോട് കേൾക്കാനാണെങ്കിൽ പോവാതിരിക്കാൻ നല്ലത്. കർത്താവ് പറഞ്ഞത് രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകുന്നു. അവിടെ വെച്ചല്ല അഭിഷേകം ഇറക്കേണ്ടത്. വീട്ടിൽ നിറഞ്ഞ് അവിടെ ചെന്ന് തൊട്ടാൽ മതി, സൗഖ്യമാകും. പല ആശുപത്രികളിലും രോഗികൾക്ക് വേണ്ടി അത്യാവശ്യമായിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് ഐ സെൽഡം ഓപ്പൺ മൈ മൗത്ത്. എൻ്റെ വാ പോലും തുറക്കത്തില്ല. ഞാൻ വെറുതെ കയ്യെ പിടിച്ചുകൊണ്ട് നിൽക്കത്തില്ല. ഐ ജസ്റ്റ് ടച്ച് ദം. കാര്യം യേശു പറഞ്ഞു, രോഗികളുടെ, എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, കൈവച്ചാൽ സൗഖ്യമാകും. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് പുട്ടിങ് ഓൺ എ സ്വിച്ച്. അതുപോലെ തന്നെ ദർ ആർ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി, അല്ലെ സ്പിരിച്വാലിറ്റിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പ്രാക്ടിക്കൽ. നൗ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു അനുഭവമുണ്ട്. ആൻഡ് ഐ ടെൽ യു, this is a very important lesson. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ടൈം അലോണിൽ അനുഭവത്തിൽ വന്ന ഒരു അനുഭവമാണ്, which I want to share with you today. And we will go into stage wise into the inner chamber and you will dwell there. Inner chamber നിങ്ങൾ പോയി അവിടെ വസിച്ച് അവിടെ കർത്താവുമായിട്ട് കൂട്ടായ്മ ആചരിച്ച് അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം യു മൈറ്റ് ബി എ ഡോക്ടർ, അഗെയിൻ യു മൈറ്റ് ബി എ ബിസിനസ് മാൻ, യു മൈറ്റ് ബി, ചിലർ പറയും എങ്ങനെ ആ സാന്നിധ്യം കീപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ മടിയിലായിരിക്കും കിടന്നുറങ്ങുന്നത്. നിങ്ങൾക്ക് അറിയത്തോലുമില്ല എന്തൊക്കെ നടക്കുന്നുണ്ട്. അമ്മയുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒപ്പം തന്നെ അമ്മയുടെ ശ്രദ്ധ മുഴുവൻ ആ കുഞ്ഞിൻ്റെ പുറത്താണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പിള്ളേർ കുഞ്ഞായിരിക്കുമ്പം കോട്ടയം ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശക്തമായ വചനം, അത്ഭുത സൗഖ്യം നടക്കുന്നു, എവറിത്തിങ് ഈസ് ഗോയിങ്, എവറിത്തിങ് ഈസ്. അതിൻ്റെ ഇടയ്ക്ക് റോഷനായി കണ്ടില്ല. ഞാൻ ഉടനെ പ്രതീക്ഷ അവിടെ കാണും. പ്രതീക്ഷ പോയി നോക്കിക്കേ, റോഷൻ എന്ത് ചെയ്യുന്നു. എൻ്റെ ശ്രദ്ധ എൻ്റെ മക്കളാണ്. അതിനേക്കാളും നല്ലൊരു അപ്പനാ സ്വർഗത്തിലെ പിതാവ്. നമ്മൾ ആ സാന്നിധ്യം അനുഭവിക്കുന്നില്ലെങ്കിലും ഞാനോ ലോക അന്ത്യത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആള് ഹീസ് ദെയർ. സോ നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴും ബിസിനസ് ചെയ്യുമ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചോണം, അപ്പൻ്റെ ശ്രദ്ധ നിങ്ങളുടെ മേലുണ്ട്. ഈ ദിവസങ്ങളിൽ ക്വാറന്റൈനിലായിരിക്കാം, അല്ലെങ്കിൽ വീടുകളിൽ ഇരിക്കുകയായിരിക്കാം. ചിലപ്പം ഈ എസ്പെഷ്യലി ഇറങ്ങരുത് എന്ന് സർക്കാർ പറയുമ്പോൾ നമുക്ക് ഇറങ്ങണമെന്ന് കൂടുതൽ തോന്നൽ വരും. പിടിച്ചിട്ടിരിക്കുന്ന പോലൊക്കെ തോന്നും. അല്ലെങ്കിൽ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഇറങ്ങരുത് എന്ന് പറയുമ്പോൾ ഇറങ്ങാൻ തോന്നും. നോ, സർക്കാരിനെ അനുസരിക്കണം. അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. പക്ഷെ അകത്തിരിക്കുമ്പോൾ ഹി ഈസ് വാച്ചിങ് യു. ഇനിയും ഈ കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ മുമ്പോട്ട് എങ്ങനെയായിത്തീരും. ഹി ഈസ് കൺസേൺഡ് അബൌട്ട് യു. ഡോണ്ട് വറി. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഞാനോ
ലോക അന്ത്യത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആൾ ഗൗരവത്തോടെ ആ വാക്കൊന്ന് എടുത്തേ. ഞാൻ വീണ്ടും പറയാം, ഒരു കൊച്ചു കുഞ്ഞുമായിട്ട് അമ്മയെ കൊണ്ട് നടക്കുമ്പം എപ്പോഴും അപ്പൻ്റെ അമ്മയുടെ ശ്രദ്ധ മക്കളായിരിക്കും അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലയിടത്തും മക്കൾ പഠിക്കാൻ പോയിടത്തൊക്കെ കുടുങ്ങി കിടക്കുമ്പോൾ വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ഉറങ്ങുകയില്ല. അവരവിടെ കിടന്ന് എയർപോർട്ടിലൊക്കെ കിടന്ന് ഉറങ്ങുമ്പോഴും വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ഉറങ്ങില്ല. എൻ്റെ മക്കൾ എവിടെയായിരിക്കും, ഏത് എയർപോർട്ടിലായിരിക്കും, വരാൻ പറ്റിയോ. അതിനേക്കാൾ നല്ല ഒരു സ്നേഹിക്കുന്ന പിതാവ്, തൻ്റെ പുത്രനെ പോലും ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ, ആ അപ്പനെ തിരിച്ചറിയണം. അതെന്തുകൊണ്ടാണ് അറിയാൻ പറ്റാത്തത്? വൈ ഡു വി ഫെയിൽ ടു ക്യാരി ദാറ്റ് പ്രസൻസ് ഓൾവേസ്? ഒരു അനുഭവം ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിൻ്റെ 16-ാമത്തെ വാക്യം, ആൻഡ് ദെയർ ഐസ് വർ റിസ്ട്രെയിൻഡ് സോ ദാറ്റ് ദേ ഡിഡ് നോട്ട് നോ ഹിം. ഇത് 13-ാം വാക്യത്തിലാണ് ഇതിൻ്റെ സ്റ്റോറി ആരംഭിക്കുന്നത്. 2 ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് the same day, 2 of them were traveling on the same day to the village called Emmaus, 7 miles from Jerusalem, and they were talking to each other the things that ever happened. And they, while were conversing, Jesus himself drew near and were with them. 15-ാമത്തെ വാക്യം 14 എന്ന് വായിച്ച് 13, 14, 15 ഒന്ന് വായിക്കാവോ? അന്ന് തന്നെ 2 പേര് യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ച് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു 2 ശിഷ്യന്മാരാ. ആ ശിഷ്യന്മാരുടെ പേര് ഇവിടെ എഴുതിയിട്ടില്ല. 2 ശിഷ്യന്മാര് തമ്മിൽ സംസാരിച്ച് കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും അവരിങ്ങനെ പോവുക. യേശു താനും അടുത്ത് ചെന്ന് അവരുടെ കൂടെ അങ്ങ് നടക്കുക. യേശുവും കൂടെ അവരെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധം എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായില്ല. ഇതാണ് ഇന്നും നമുക്ക് യേശു പറഞ്ഞ വാക്കെന്താ? ഞാനോ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. യേശു വാസ് വിത്ത് ദെം. പക്ഷെ അവർക്ക് യേശു ഉണ്ടെന്ന് മനസ്സിലായില്ല. നമ്പർ 1, ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഹോൾ സ്റ്റോറി. അവർ യേശുവിനെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയപ്പെട്ട എഴുന്നേറ്റിരിക്കുന്നു, കൺഫ്യൂസ്ഡാ, തർക്കിക്കുക. കാര്യം യേശു എഴുന്നേക്കുമെന്ന് ഇവരോട് പറഞ്ഞതാ. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞതാ. ഇതെല്ലാം പറഞ്ഞെങ്കിലും ഈ ശിഷ്യന്മാരുടെ കൂടെ വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഞാൻ പറയാം, ഇവർ അത്ഭുതം അടയാളം കണ്ടവരാ. ആ കൊടുങ്കാറ്റടിക്കുന്ന പടകിൽ ഒരു പക്ഷേ ഈ 2 പേരും അവിടെ ഇരുന്നവരാ. കൊടുങ്കാറ്റ് ശാന്തമാകുന്നു, വെള്ളം വീഞ്ഞാകുന്നു, ഇതെല്ലാം അത്ഭുതങ്ങൾ കണ്ടവരാ ഇവർ. എങ്കിലും യേശുവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് കാണാതെ പോയപ്പം അവർ പരിഭ്രാന്തരായി. അന്ന് രാവിലെ എങ്ങനെയും നേരം വെളുത്തില്ലേലും നമുക്ക് സ്ഥലം വിടാവുന്നതായി. അങ്ങനെയാണ് പല വിശ്വാസികളും. അത്ഭുതം അടയാളവും നമ്മളെ അടുത്ത ലെവലിലോട്ട് കടത്തണം. യേശു എപ്പോഴും കൂടെ ഉണ്ട്, ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. ഞാനോ ലോകാന്ത്യത്തോളം എന്ന് പറഞ്ഞ ആൾ ചുമ്മാ മാറി നിൽക്കുന്നവല്ല. ബട്ട് വാട്ട് ഹാപ്പൻ ടു ദിസ്? അത് അവിടെ ഒരു നിന്നൊന്ന് അനലൈസ് ചെയ്ത് ദേ വർ അഫ്രെയ്ഡ്, ഭയപ്പെട്ടു പോയി. സാഹചര്യം അവിടുത്തെ ആ സാഹചര്യം കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്തൊക്കെ വലിയ വിഷയങ്ങളാണ്. ഒരു വിഷയവുമില്ല. സർവബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം എന്തിനാന്ന് ചോദിച്ചാൽ കൂടെ ഉണ്ട് ആള്. നൗ ദേ ഡിഡ് നോട്ട് നോ ഹിം. അവർക്ക് യേശുവിനെ മനസ്സിലായില്ല. കൂടെ നടക്കുക യേശു. നൗ നമ്പർ 1, their mind was confused. Mind was afraid. അവർക്ക് ഈ നടന്ന അത്ഭുതം ചെയ്തവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്നത് അത്ര ഉറപ്പില്ല. ഇന്നും എത്ര പേർക്ക് വാസ്തവത്തിൽ ഉറപ്പുണ്ട് യേശു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്? ആസ്ക് യുവർ സെൽഫ്. നമുക്ക് സാന്നിധ്യം ഇഷ്ടമാണ്, വചനം കേൾക്കുന്നത് ഇഷ്ടമാണ്. അത് കഴിഞ്ഞാലോ അന്ന് കിട്ടിയ അത്ഭുതം ഭയങ്കര അത്ഭുതമായിരുന്നു.
എന്നാൽ അതുകൊണ്ട് അവിടുന്ന് നമ്മൾ എത്രയോ പേര് അവിശ്വാസികളായി തീർന്നു അത്ഭുതം കിട്ടിയതിന് ശേഷം. വൈ? ഹാവ് യു എവർ തോട്ട് വൈ? അതിൻ്റെ കാരണം അവരുടെ യേശുവുമായിട്ട് ബന്ധം, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയ ബന്ധമായിരുന്നു. അവിടെ കൊണ്ട് പൈസ ഇട്ടു, സാധനം വാങ്ങിച്ചു, ബൈ ബൈ. അതല്ല. നൗ ലുക്ക് അറ്റ് ജീസസ്. ആ വചനത്തിൽ യേശു അവരുടെ കൂടെ കൺവെർസേഷനിൽ വന്ന്, നൗ conversation is that you have with one another as you are walk and are sad, ദുഃഖം. വായിച്ചു 17-ാമത്തെ വാക്യം. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. വാദിക്കുന്ന ആൻഡ് വാക്ക് ആൻഡ് അവർ വാടിയ മുഖത്തോടെ കൊടുങ്കാറ്റിന്റെ മധ്യത്തിലും യേശു പറയുന്ന വാക്കാണ് ചിയർ അപ്പ്. ഒരിക്കലും അക്കാരണമായ സങ്കടം, ദുഃഖം വരാൻ സമ്മതിക്കരുത്. യു വിൽ ലൂസ് സൈറ്റ് ഓഫ് ജീസസ്. അയ്യോ, എല്ലാം പോയി, ഇനി എന്നാ സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. നമ്പർ 1, ഒരു കാര്യം മനസ്സിലാക്കിക്കേ, ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ താൽക്കാലികമായ യാത്രയാണ്, നിത്യതയാണ്. നമ്മളിവിടെ ഒരു അസൈൻമെൻറ്റിന് വന്നിരിക്കുന്നവരാണ്. ഞാൻ ഇന്ന് തോമസ് ബ്രദറായിട്ട് സംസാരിക്കുമ്പോൾ പറയായിരുന്നു, ഒരു ജോഗ്രഫിക്കൽ കേരളത്തിലെ കാര്യം മാത്രമല്ല ഇന്ന് ഞങ്ങൾ നോക്കുന്നത്. ലോകമെമ്പാടും പല ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുക. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ പലരുടെ ജോലി നഷ്ടപ്പെട്ടു, ചിലർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മേല, അവരുടെ ഭക്ഷണ സാധനം. അപ്പം ഇറ്റലിയിൽ 2 പേർ കുടുങ്ങി കിടക്കുന്നു. വി ആർ മാനേജിങ് ദ വേൾഡ് ബിക്കോസ് വി ആർ ഇൻസ്റ്റെഡ് ഓഫ് ജീസസ്, ഫോർ ജീസസ്, അല്ലേ? ഒരു ലിമിറ്റേഷൻ. അതേ സമയത്ത് ഞാനും ഇവിടെ ഇരുന്ന് ഞങ്ങളും ഇവിടെ ആരും ഇല്ലായേ, അയ്യോ ഇനി എന്നാ വരുവേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നോ, ചിയർ അപ്പ്. നിങ്ങളുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും വളരെ വളരെ വിലപ്പെട്ടതാണ്. അതാദ്യമേ മനസ്സിലാക്കുക. ഒരു ചെറിയ അത്ഭുതം കണ്ടെങ്കിൽ ദാറ്റ് വാസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവർ 3 വർഷം യേശുവിൻ്റെ കൂടെ നടന്നവരാ, യേശുവിൻ്റെ വ്യക്തിപരമായ ഉപദേശം കേട്ടവരാ. അവരുടെ കൺമുമ്പാകെ മരിച്ചവർ എഴുന്നേൽക്കുന്നത് കണ്ടതാ, കുരുടന് കാഴ്ച കൊടുക്കുന്നത് കണ്ടതാ, വെള്ളം വീഞ്ഞാകുന്നത് കണ്ടതാ, കടലിന്റെ മീതെ നടക്കുന്നത് കണ്ട, കടലിനെ ശാന്തമാക്കുന്നത് കണ്ടതാ. They have seen every day for 3 years. എന്നിട്ട് they cannot recognize Jesus. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. He will continue doing miracles. യേശു ക്രിസ്തുനാൽ അസാധ്യമായതൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അവൻ ചിലർ പറയും പോയി തെളിയിച്ച് കാണിക്കാൻ. ആരെയും തെളിയിച്ചില്ല യേശു. തൻ്റെ അടുക്കൽ വന്ന, വിശ്വസിച്ച് വന്ന എല്ലാവരും പ്രാപിച്ചുകൊണ്ട് പോയത്. Now here look, അവരുടെ സങ്കടപ്പെട്ടെന്ന് മുഖം, ഉദാസീനത എല്ലാം നഷ്ടപ്പെട്ട പോലെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, കൂരിരുൾ മരണത്താഴ്വരയിലും ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടുത്തില്ല, കാര്യം യേശു എൻ്റെ ഇടയിൽ. അതാ വചനം പറയുന്നത്, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യരെന്നോട് എന്ത് ചെയ്യും? ധൈര്യത്തോടെ പറ ധൈര്യത്തോടെ, that Jesus Christ is my Lord. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, ഈ ഉറപ്പകത്ത് സ്പിരിറ്റിൽ ചെയ്യണം, എൻഗ്രേവ് ചെയ്യണം. ഒരു കാരണവശാലും എൻ്റെ ജീവിതം പരാജയമാകത്തില്ല. യേശു എൻ്റെ കർത്തൃത്വം നടത്തുന്നത്. ആൻഡ് ഐ എം ഓൺ ആൻ അസൈൻമെൻറ്റ്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, കാണാൻ പോകുന്നവരോടും പറയാം, ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. ഓരോരുത്തർക്കും ഭൂമിയിൽ ഒരു അസൈൻമെൻ്റ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളും നടക്കുന്നതിൻ്റെ പിന്നിൽ there is something bigger that God is going to do through you. നിങ്ങളിലൂടെ വലിയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾക്ക് പലതും മനസ്സിലാകുന്നില്ലായിരിക്കാം. ഇന്ന് വീട്ടിലിരിക്കുന്നു, കോർഡൻ ഓഫായി, എന്താ ഒന്നും അറിയത്തില്ല, നമുക്കിതൊന്നും അറിയത്തില്ല. പക്ഷെ നടക്കാൻ പോകുന്നത് ഇതിനേക്കാളും നല്ലതാണെന്നറിയാം. കാര്യം നല്ലവനാണ് എൻ്റെ പിതാവ്. ഇവര് സങ്കടപ്പെട്ടിരിക്കുക. ആ സങ്കടപ്പെട്ടിരിക്കുന്ന അവരോട് യേശു ക്രിസ്തു പറയാം,
And the one whose name was Cleophas answered and said to him, നിനക്ക് മാത്രമേ ഇത് അറിയത്തില്ലല്ലോ. They are so confused. അന്ന് ആ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ യേശു വന്നപ്പം ഭൂതമാന്ന് വരെ പറഞ്ഞു കളഞ്ഞു വരും. ഉയർത്തെഴുന്നേറ്റവനായ യേശു. നോ, ഇത് ഉയർത്തെഴുന്നേറ്റവനായ യേശു. ആൻഡ് സോ യേശു എന്നെ ചെയ്തു. ആൻഡ് അതിൻ്റെ ഇവരുടെ കഥകൾ മുഴുവൻ പറയാൻ തുടങ്ങി. 19 മുതൽ യേശുവിനെ വചനം പഠിപ്പിക്കാൻ തുടങ്ങി. ആൻഡ് ദെൻ ഇവർ പറയാണ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുന്ന ദൂതന്മാർ വരെ വന്ന് പറഞ്ഞു. അപ്പോൾ ഓർത്ത് നോക്കിക്കേ, ഇവര് ഈ എന്നാ പറയുന്നത് സൂപ്പർ നാച്ചുറൽ കണ്ടവരാ. ദൂതൻ വന്ന് പറഞ്ഞെന്ന് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കണം, എന്നിട്ടും ഇവർ ഓടുക. സോ സൂപ്പർ നാച്ചുറൽ കനോട്ട് എസ്റ്റാബ്ലിഷ് യു, ഗ്രൗണ്ട് യു. മനസ്സിലാകുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ഭയങ്കര മഹത്വമേറിയ സാന്നിധ്യം അനുഭവിക്കും, പക്ഷെ അതല്ല ഗ്രൗണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ വലിയ മഹത്വമൊക്കെ ഇറങ്ങുന്ന കാണാം, പക്ഷെ അതല്ല നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നത്. ഇവർ അത്ഭുതം കണ്ടവരാ, അടയാളം കണ്ടവരാ. യേശുവിൻ്റെ ഉയർപ്പ് ദൂതൻ നേരിട്ട് വന്ന ദർശനത്തിൽ പറഞ്ഞതാ ഉയർത്തെഴുന്നേറ്റ്. എന്നിട്ടും ആൻഡ് ദെൻ ലുക്ക് അറ്റ് ദിസ്, മൂന്ന് അവര് ടൂമ്പിൽ പോയി, അവരാ കല്ലറയിൽ പോയി. 24-ാമത്തെ വാക്യം, കല്ലറയിൽ പോയി കല്ലറ ശൂന്യമാണെന്ന് കണ്ടുവരുക. ഇത്രയും തെളിവായിട്ടും ഇവരുടെ ഹൃദയത്തിനകത്തൊരു ഉറപ്പ് വന്നിട്ടില്ല യേശു ജീവനോടുണ്ട്. ഇവർ പേടിച്ച് സ്ഥലം വിടുക. ഓർത്ത് നോക്കിക്കുക. അപ്പം യേശുവിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സൂപ്പർ നാച്ചുറൽ, ദൂതൻ വന്ന് കണ്ടു, തിരിച്ച് എംറ്റി കല്ലറ വരെ കണ്ടു ഇവർ. എന്നിട്ടും ഇവർക്ക് ഉറപ്പില്ല ഈ യേശു എന്ന് പറഞ്ഞ ആൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ജസ്റ്റ് ഇമാജിൻ നൗ വാട്ട് ഈസ് ഹാപ്പനിങ്. യേശു അവരുടെ കൂടെ ഒരു ബൈബിൾ സ്റ്റഡി, അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. യേശു അവരുടെ കൂടെ ഒരു ബൈബിൾ സ്റ്റഡി നടത്തിയിട്ട് അവരോട് പറഞ്ഞു, ഓ ഫൂളിഷ് വൺസ്, സ്ലോ അറ്റ് ഹാർട്ട്. വായിച്ചേ 25. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത, പ്രവാചകന്മാർ പറഞ്ഞ എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. ആ മഹത്വത്തിൽ കിടക്കണ്ടേ എന്ന് പറഞ്ഞു. എന്നിട്ട് വായിച്ചു, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന അവിടെ ഒരു ബൈബിൾ സ്റ്റഡി നടക്കുക. ബൈബിൾ സ്റ്റഡി അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ സ്റ്റഡിയിൽ വാട്ട് ഹാപ്പൻസ് ദേർ, വെരി ക്ലിയർലി, പതുക്കെ കേട്ട് ശ്രദ്ധിച്ചോണം. യേശുവിനെ കൂടെ നടന്നവരാ, യേശുവിൻ്റെ അത്ഭുതം കണ്ടവരാ, സൂപ്പർ നാച്ചുറൽ, ദൂതൻ വന്ന് നേരിട്ട് പറഞ്ഞ് കേട്ടവരാ, ഒഴിഞ്ഞ കല്ലറ കണ്ടവരാ. എന്നിട്ടും they had to have a Bible study. You have to be rooted in the word of God. ദൈവവചനത്തിൽ വേണം നമ്മുടെ അടിസ്ഥാനം. നമ്മൾ കണ്ടവരും കേട്ടവരുമാണ്, പക്ഷേ ഈ വചനം ശരിയാണെന്ന് ആദ്യമേ വിശ്വസിക്കണം. യേശു എന്താ ചെയ്തേ? യേശു അവിടെ ഒരു ബൈബിൾ സ്റ്റഡി നടത്തി. എന്നിട്ട് തന്നെക്കുറിച്ച് ക്രിസ്തു ഉയർത്തെഴുന്നേക്കണം എന്നുള്ള തെളിവുകൾ, പ്രവാചക പുസ്തകന്മാർ, സങ്കീർത്തനങ്ങൾ, ന്യായപ്രമാണങ്ങൾ, ഇതെല്ലാം വെച്ചൊരു ബൈബിൾ സ്റ്റഡി നടത്തി. അവിടെ ഉണ്ടായ സംഭവം താഴെ നമ്മൾ വായിക്കുന്നു. അവരുടെ ഹൃദയം കത്താൻ തുടങ്ങി. അവരുടെ മുമ്പിൽ അപ്പം ഞൊറുക്കി, ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്. അവരുടെ അകത്ത് ഹൃദയം കത്താൻ തുടങ്ങി. നൗ ലുക്ക് അറ്റ് ദിസ്. അതല്ല ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, നിങ്ങൾ പലരുടെ ഇമെയിൽ എനിക്ക് വരുന്നുണ്ട്, പല വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ബട്ട് അവർ മൈൻഡ് വർ പ്രീ ഓക്യുപ്പൈഡ്. നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. നമ്മൾ വിഷയങ്ങളെ കണ്ട് ഭയപ്പെട്ടു, പരാതി പറഞ്ഞു. അവർക്ക് എന്നോട് സ്നേഹമില്ല, പഴയ പോലെയൊന്നും അല്ല,
പറഞ്ഞ് നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ആയിപ്പോയി. ഈ ദിവസങ്ങളിൽ എന്നാ സംഭവിക്കുന്നത്? തിരിച്ചു വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പലരും പറയുന്നുണ്ട്, ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഹൃദയത്തിലൊരു കത്തൽ. ആ ഹൃദയത്തിൻ്റെ കത്തൽ കൊണ്ട് മാത്രമാണോ ഇവിടെ സംഭവിച്ചത്? എന്താ? ഇവർ യേശുവിൻ്റെ ശുശ്രൂഷ അറിഞ്ഞ് കണ്ടവരാ, സൂപ്പർ നാച്ചുറൽ കേട്ടവരാ, എംപ്റ്റി ടൂംബ് കണ്ടവരാ. പക്ഷേ ഇവിടുന്ന് എന്നാ സംഭവിച്ച? ബൈബിളിൽ വചനം എടുത്ത് ക്രിസ്തു, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ought not Christ. Now the third level that happened was revelation. ഈ ദിവസങ്ങളിൽ തോമസ് കുട്ടി ബ്രദർ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വാക്കില്ലേ, ഇൻഫോർമേഷൻ അല്ല നമുക്ക് വേണ്ടിയത്, റെവലേഷനാണ് വേണ്ടിയത്. ക്രിസ്തു വെളിപ്പെട്ട് വരണം നമ്മുടെ ഹൃദയത്തിൽ. യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നിർത്തരുത്. കർത്താവിനോട് പറയണം, റിവീൽ യുവർ സെൽഫ് ടു മീ. ദ റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ്. അതാണ് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ പത്രോസ് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാ. യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ആ വേദഭാഗം ഒന്ന് വായിച്ചിട്ട് മടങ്ങി വരാം. ദീസ് ആർ ദ തിങ്സ്. ഇന്ന് ഈ സംഭവം നിങ്ങൾ കേൾക്കും തോറും അകത്ത് കത്തൽ ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇറ്റ് വിൽ ഹാപ്പൻ. But don't stop there. I'll tell you the secret to dwell in the innermost chamber. Hallelujah. ആ മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. And Peter said, വായിച്ചേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പറഞ്ഞു. യേശു അവരോട്, ബറിയോന സീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല പിതാവാണ് നിന്റെ ഹൃദയം തുറന്നത്. ബൈബിൾ സ്റ്റഡി കൊണ്ടും പ്രസംഗം കേട്ടത് കൊണ്ടും ഇതെന്ത് സംഭവിക്കണം? നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങൾ അത്ഭുതം പ്രാപിച്ചവരാണ്. നിങ്ങൾക്ക് ദർശനങ്ങൾ കണ്ടവർ, എത്രയോ പേർ ദർശനം കണ്ടവർ പിന്മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ തിരുവെഴുത്ത് കേട്ട് കർത്താവുമായിട്ടൊരു പ്രണയബന്ധത്തിൽ നിന്ന് അങ്ങ് എനിക്ക് വെളിപ്പെടുത്തി തരണമേ, ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കിട്ടിയവന് പുറോട്ട് പോകാൻ പറ്റത്തില്ല. നമ്പർ 3 is the revelation of Christ. കർത്താവ് ബൈബിളിൽ നിന്നും തന്നെക്കുറിച്ച് പറഞ്ഞു. അവരുടെ ഹൃദയം അപ്പഞ്ഞുറുക്കിയപ്പം തുറന്നപ്പം കത്തി. ഈ ദിവസങ്ങളിൽ ഈ രാവിലത്തെയും വൈകിട്ടത്തെയും ഒക്കെ സെഷൻ നിങ്ങൾ കേട്ടിട്ട് സ്തോത്രം തീർന്നു, നമുക്ക് എന്നാൽ ഫുഡ് അടിച്ചേക്കാം, അല്ലല്ല, കുറച്ചു നേരം കൂടി ഇരിക്കണം. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നോക്ക്, ബറിയോന ശിമോനെ നീ ഭാഗ്യവാൻ. ഇത് വെളിപ്പാടാ, റെവലേഷൻ നോളജ്, റെവലേഷൻ that this Jesus is the Christ. ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കിട്ടിയാൽ ഞാൻ പറയാം, പല അന്ധവിശ്വാസങ്ങൾ നമ്മളിൽ നിന്നും മാറിപ്പോകും. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം, യേശു മുഖാന്തരം എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. അസാമാന്യ ധൈര്യം വരും. യേശുവിൻ്റെ അത്ഭുതം അടയാളം അസാമാന്യ ധൈര്യം കൊണ്ടിരുത്തില്ല. ദർശനം കണ്ടു, പ്രവചനം കേട്ടു, ധൈര്യം കൊണ്ടിരുത്തില്ല. എന്നാൽ വചനത്തിലൂടെ ക്രിസ്തു വെളിപ്പെട്ടാൽ അസാമാന്യ ധൈര്യമായിരിക്കും. ക്രൈസ്റ്റ് റിവീൽഡ് ഇൻ മൈ ഹാർട്ട്. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അതാ യേശു ഇവിടെ ഉപയോഗിച്ച വാക്ക്. ഇത് പ്രസംഗം, എൻ്റെ ഈ അത്ഭുതം അടയാളം കണ്ട് പലരും അതുകൊണ്ടാണ് പറഞ്ഞത്, ജനങ്ങൾ എന്നാ ഈ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ പറയുന്നു നീ മോശ, ചിലർ പറയുന്നു, ചിലർ സംസേ യു ആർ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, നീ യോഹന്നാൻ സ്നാപനമ, ചിലർ പറയുന്നു നീ ഏലിയായ, നീ ജെറമ്യായ. ഈ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും സൂപ്പർ നാച്ചുറൽ കണ്ടപ്പോൾ അവർക്ക് പിടികിട്ടിയത് എന്താ? നോർമല. പക്ഷേ പിതാവ് പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പത്രോസിന് പിടികിട്ടി, ഇത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവ. ആൻഡ് ഐ വിൽ ടെൽ യു, ക്രിസ്തുവാണ് എല്ലാം കർമ്മത്തിൻ്റെയും അവസാനം. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് പിടികിട്ടും. ഞാൻ അന്യനല്ല, പരദേശിയല്ല, മകനാണെന്ന് പിടികിട്ടും. പിതാവിൻ്റെ സ്നേഹം കൊണ്ട് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കും.
അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ ബറിയോന ഷീമോനെ ജഡരക്തങ്ങളല്ല. എന്നിട്ട് പറയാണ് ആൻഡ് ഐ സേ 18ാമത്തെ വാക്യം 17 ഒന്നുകൂടെ വായിച്ചേ. യേശു അവരോട്, ബറിയോന ശിമോനേ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ കാണാവുന്ന മണ്ഡലത്തിൽ നിന്ന് അപ്പുറത്ത് അദൃശ്യമായി ചിലത് എൻ്റെ ഹൃദയത്തിൽ പകരപ്പെടാൻ തുടങ്ങും. എൻ്റെ ഹൃദയക്കണ്ണ് തുറക്കാൻ തുടങ്ങും. യേശു കൂടെ നടന്നിട്ടും ഇവർക്ക് മനസ്സിലായില്ല ഇത് യേശുവാണ്. പ്രിയമുള്ളവരെ, അതാ പലർക്കും സംഭവിക്കുന്നത്. യേശു കൂടെ ഉണ്ട്, പക്ഷെ മനസ്സിലാകുന്നില്ല യേശു കൂടെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഭയം വരുന്നത്, അതുകൊണ്ടാണ് അസ്വസ്ഥത വരുന്നത്, ഇനി എന്നായി തീരും എന്നുള്ള വ്യാകുലത വരുന്നത്. അന്ന് പ്രതിസന്ധി അവർ ക്ഷീണിച്ചായിരുന്നു. വെല്ലുവിളികൾ കാണുമ്പോൾ പ്രതിസന്ധി ചെയ്യരുത്. കർത്താവ് കൂടെ ഉണ്ട്. കർത്താവ് എനിക്ക് തുണ. ചീറ, സന്തോഷിക്കുക, തുള്ളിച്ചാട്. കർത്താവ് വാക്ക് മാറത്തില്ല. അവിടെ പറയാ വെളിപ്പെടുത്തിയത്. ആരാ വെളിപ്പെടുത്തിയത്? പിതാവ് നിനക്ക് വെളിപ്പെടുത്തി. അതാണ് ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ, താൻ ഇച്ഛിക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഇറ്റ്സ് സോവറിൻ വിൽ ഓഫ് ഗോഡ്. നമ്മുടെ ഹൃദയം തുറക്കുക എന്നുള്ളത്. ഈ പ്രസംഗം കേൾക്കുമ്പോഴും യു മൈറ്റ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്. എന്നാൽ ഇത് കഴിയുമ്പോൾ ആ രഹസ്യ ചേംബറിൽ എല്ലാം അടച്ചിട്ട്, കർത്താവേ എനിക്ക് അങ്ങ് വെളിപ്പെടണം, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വെളിപ്പെടണം. യുനോ, എന്നിട്ട് പറയാം 18ാം വാക്യം, ഈ പാറയിന്മേൽ, ഈ വെളിപ്പാടാകുന്ന പാറയിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരം. ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കിട്ടിയ ആള്, a person who has the revelation is dangerous to the devil. ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കിട്ടിയവൻ പിശാചിനൊരു ഭീഷണിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവനെ കുലുക്കാൻ പറ്റത്തില്ല. മരണമേ നിന്റെ ജയം എവിടെയെന്ന് വെല്ലുവിളിക്കുന്ന അസാമാന്യ ധൈര്യമായിരിക്കും അകത്ത്. ഏത് കൊടുങ്കാറ്റിനും മധ്യത്തിലും കിടന്നുറങ്ങുന്ന സമാധാനമായിരിക്കും. അതാ യേശു പറഞ്ഞു, ഈ പാറയിന്മേൽ. ഈ വെളിപ്പാട് പറഞ്ഞില്ലേ പത്രോസേ? നീ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ആയിട്ടില്ല ക്രിസ്തു. അത് തൊട്ട് താഴെ 20ാമത്തെ വാക്യം പറയാണ്, ആൻഡ് ഹി കമാൻഡഡ് ദ ഡിസൈപ്പിൾസ്. വായിച്ചേ, ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. And then he commanded his disciple that they should not, 20ാമത്തെ വാക്യം, tell no one that he was Jesus the Christ. യേശു എന്ന ക്രിസ്തു, മലയാളത്തിൽ അതില്ലെന്തോ, he was Jesus the Christ. യേശു എന്ന ക്രിസ്തു എന്ന് ആരോടും നിങ്ങൾ പറയരുത്. യോഹന്നാൻ സുവിശേഷം അവസാനിപ്പിക്കുന്നത്, ഞങ്ങൾ ഇത് മുഴുവൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുവാൻ ഈ യേശുവാണ് ക്രിസ്തു. ക്രിസ്തു വെളിപ്പാടാണ്. യേശുവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രിസ്തു വെളിപ്പെട്ട് കിട്ടണോ? പ്രണയബന്ധത്തിലാണ്. ആ പാറയിന്മേൽ പണിത ഭവനം പോലെ. ബൈബിളിൻ്റെ ആ റെവലേഷൻ നോളജ്. നൗ ലുക്ക് അറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ്. ആ റെവലേഷൻ നോളജ് അവരെ കിട്ടിയപ്പോൾ അവരുടെ അകം കത്താൻ തുടങ്ങി. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു മെനി ഓഫ് യു. ഈ ദിവസങ്ങളിൽ പല അന്ധത മാറി അകത്ത് കത്താൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി നിത്യതയുടെ ഉറപ്പ് വരും. ഹല്ലേലൂയ. നൗ, ഓ മൈ ഗുഡ്നസ്, ഹല്ലേലൂയ. ആൻഡ് അവരുടെ കത്തൽ വന്നപ്പം 31ാമത്തെ വാക്യം, their eyes were opened. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവൻ അറിഞ്ഞു. 31, and their eyes were opened and they knew him. മോളിൽ നമ്മൾ വായിച്ചതെന്താ? കൂടെ നടന്നത് അറിഞ്ഞില്ല. കണ്ണ് തുറന്നപ്പോൾ ഇവനാ, ഉയർത്തെഴുന്നേറ്റവനാ, ജീവനോടെയുള്ളവനാ. മനസ്സിലായി. Oh, this is Christ.
ആൻഡ് ലുക്ക് വാട്ട് ഈസ്, ഈ ഹൃദയം കത്തുമ്പോൾ എന്താ സംഭവിച്ചേ? അവരുടെ കത്താൽ തുടങ്ങുമ്പോഴത്തേക്ക് അവരുടെ മറുപടി അബൈഡ് വിത്ത് അസ്, അബൈഡ്, ഞങ്ങളുടെ കൂടെ. ആ വചനം കേട്ട് കത്തൽ, ചിലരൊക്കെ കുറച്ച് കത്തൽ കിട്ടിയ ഉടനെ അങ്ങ് ഓടുക. ഇല്ല, ഇവർ ഓടിയില്ല. കത്താൻ തുടങ്ങിയപ്പോൾ, യേശുവാന്ന് വചനത്തിലൂടെ തെളിയാൻ തുടങ്ങിയപ്പോൾ ഇവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വസിക്കണം. മൈ ഡിയർ, ദാറ്റ് ഈസ് വാട്ട് ഈസ് റിക്വയർഡ്. അവർക്ക് ബോധ്യം വന്നപ്പോൾ ഏത് സ്ഥലത്തും സാഹചര്യത്തെയാണോ അവർ പേടിച്ചോടിയത്, അതേ ജെറൂസലേമിലേക്ക് അവർ മടങ്ങിപ്പോവുക. I'll tell you, when you abide with Christ and Christ abides in you, you will go to the same place where you are afraid of. ഭയപ്പെടത്തില്ല. വീണ്ടും ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയാം, തലയിൽ രോമം വീഴത്തില്ല കർത്താവിൻ്റെ അനുവാദമില്ലാതെ. കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നേ, കർത്താവ് പ്രിസർവ് ചെയ്യുന്നേ. ആ ഉറപ്പും ധൈര്യം ഉണ്ടായിരിക്കണം. അയ്യോ, ഇതെന്താ എനിക്ക് ജീവിതത്തിൽ സംഭവിച്ചേ, എൻ്റെ അകത്ത് അതെന്നെ സംഭവിച്ചേ, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അവൻ്റെ അറിവോടെയാണ് അവിടുന്ന് കർത്താവ് വിടുവിക്കുക തന്നെ ചെയ്യും. ഇത് വെറുമൊരു ഇളക്കമല്ല, ഇത് വെറുമൊരു ഇളക്കമല്ല, വൈകാരിക ഇളക്കമല്ല. ക്രൈസ്റ്റ് റിവീൽഡ് ഇൻ അവർ ഹാർട്ട്സ്, ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഇൻ അസ്, നമ്മളിൽ വസിക്കുക. അതുകൊണ്ടാണ് ധൈര്യമായി പറയുന്നത്, ഓ ബ്ലെസ്സഡ് ബി ദ നെയിം ഓഫ് ജീസസ്. ഐ എം സോ എക്സൈറ്റഡ്, ഐ എം സോ എക്സൈറ്റഡ്. ഓർത്ത് നോക്കിക്കേ, ഈ 2 പേര് ഓടിയവർ പിന്നെ തിരിച്ച് ധൈര്യത്തോടെയാണ് ജെറൂസലേമിലേക്ക് പോകുന്നത്. എവിടെ നിന്നാണ് ഓടിയത്? 1, അവർ അത്ഭുതം കണ്ടവരാ. 2, ദർശനം കണ്ടവരാ. തുറന്ന കല്ലറ കണ്ടവരാ. ഇതെല്ലാം കണ്ടും കേട്ടും വന്നവർ പോലും ഓടിപ്പോയി. എന്നാൽ ക്രിസ്തുവിൻ്റെ കൂടെ ഇരുന്ന് ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കിട്ടിയപ്പോൾ, വചനത്തിനകത്തുനിന്ന് ക്രൈസ്റ്റ് റിവീൽഡ് ആയപ്പോൾ കത്താൻ തുടങ്ങി. കത്തിയവർ ഒരു കാര്യം ചെയ്തു, യേശുവിനോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വസിക്കണം. ദേ വർ നോട്ട് ഇൻ എ ഹറി. ബൈബിൾ പഠനം കഴിഞ്ഞപ്പോഴത്തേക്ക് ശരി ഞങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞു ഓടിയില്ല. അവർ യേശുവിനോട് പറഞ്ഞു, അബൈഡ് വിത്ത് അസ്, ഞങ്ങളുടെ കൂടെ അങ്ങ് വസിക്കണം. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ആ മനസ്സ് നമുക്ക് വരണം. അബൈഡ് വിത്ത് മീ മൈ ജീസസ്. യേശുവെ, പലപ്പോഴും റോനക്ക് ഇടയ്ക്കൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ റോനക്കും സാറായും പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ കൂടെ ഇരിക്കുകയും ചെയ്ത് ഹോട്ടലിലോട്ട് കഴിക്കാൻ പോകുമ്പോൾ, കർത്താവ് വാ, എൻ്റെ കൂടെ ഒന്ന് വാ, കർത്താവ് ഇത് ഇന്ന ഒരു കാര്യം ചെയ്യാൻ വാ, ഒന്ന് വാ. നിങ്ങളുടെ ഓഫീസുകളിൽ, നിങ്ങളുടെ ഏത് സ്ഥലത്തും പോകുവാണോ, ഹീ ഈസ് വിത്ത് യു, വിത്ത് യു, ഹീ ഈസ് വിത്ത് യു. ഏത് സാഹചര്യമായിക്കോട്ടെ, ഹി നോസ് യു. ഇന്ന് രാത്രി എല്ലാം അകത്തുനിന്ന് കൺഫ്യൂഷൻ മാറിപ്പോകണം. ഇങ്ങോട്ടും അങ്ങോട്ട് ചെറിയ കാര്യങ്ങളൊന്നും കണ്ട് ഇളകരുത്. ധൈര്യം, എന്നിലിരിക്കുന്നവൻ. ഓ, എന്തൊരു വചനമാണ്! ആ വചനം ഒന്ന്, ദ ഹോളി സ്പിരിറ്റ് വാണ്ട്സ് മീ ടു റീഡ് ഇറ്റ് ഔട്ട് ടു യു ടുനൈറ്റ്. 1 യോഹന്നാൻ 4:4. 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. യു ആർ ഓഫ് ഗോഡ് ലിറ്റിൽ ചിൽഡ്രൻ. You are of God, little children, and have overcome them. Why? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നും ജനിച്ചവരാ. യേശു ഒരു അമ്മയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ചു, മറിയയുടെ ഗർഭത്തിൽ നിന്നും. എന്നാൽ മരണത്തെ ജയിച്ച് എഴുന്നേൽക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 13:34 പറയാ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ടുഡേ ഐ ഹാവ് ബിഗോട്ടൻ യു. മരണത്തിൽ നിന്ന് പുനരുദ്ധാന ശക്തിയോടെ എഴുന്നേറ്റപ്പോൾ പിതാവ് അന്തരിക്കുക, ഇന്ന് നീ എൻ്റെ സ്വന്തമാണ്. മറ്റേത് ഇറ്റ് വാസ് earthly life. This was my begotten son, but this became my first born. നിങ്ങൾ സ്നാനപ്പെട്ട് ഇറങ്ങിയപ്പോൾ യു ആർ ബിഗോട്ടൻ ഓഫ് ഗോഡ്. പഴയ പാരമ്പര്യം മാറിപ്പോയി. എൻ്റെ അപ്പൻ ഇത് ചെയ്തു, എൻ്റെ അപ്പൻ്റെ ശാപം എൻ്റെ മേലുണ്ടോ? ഒരു ശാപവും നിങ്ങളുടെ പുറത്തില്ല, ഒരു ശാപവും നിങ്ങളുടെ പുറത്തില്ല. ക്രിസ്തുവിലാണോ? ഒരു ശാപവുമില്ല. പാരമ്പര്യം മാറി, ക്രിസ്തുവിൻ്റെ പാരമ്പര്യത്തിലായി. അതവിടെ പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളത്, നിങ്ങൾ ദൈവത്തിൽ നിന്നും ജനിച്ചവരാ. ഐ ആം ബിഗോട്ടൻ ഓഫ് ഗോഡ്. എന്നിട്ട് പറയാണ്, അവരെ ജയിച്ചും ഇരിക്കുന്നു. ജയിക്കാൻ പോകുന്നു എന്നല്ല,
വരുന്ന എല്ലാ വിഷയങ്ങളും, ഈ വരുന്ന പ്രതിസന്ധിയുമായിക്കോട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ, ഏതിനെയും നിങ്ങളും ഞാനും ജയിച്ചു കഴിഞ്ഞിരിക്കുക. I'll tell you again, you have already won it. അകത്ത് ക്വാറന്റൈനിലിരിക്കുന്നവർ, പ്രയാസത്തിലിരിക്കുന്നവർ, come on, shake yourself. You have won it. നമ്മൾ ജയിച്ചവരാ, ജയിക്കാൻ പോകുന്നവരല്ല, ജയിച്ചവരാ. നിങ്ങൾ ജയിച്ചിരിക്കുന്നു. You have overcome it. Overcome it. കാര്യം എന്താ? താഴെ, നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. എന്നിലിരിക്കുന്നു, നല്ല ഒച്ചത്തിൽ പറഞ്ഞ, എന്നിലിരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ഒന്നുകൂടെ പറഞ്ഞ, ഈ എന്നിലിരിക്കുന്നവൻ, എന്നിലിരിക്കുന്ന ക്രിസ്തു ലോകത്തിലിരിക്കുന്ന എല്ലാത്തിനേക്കാളും വലുതാ. ഈ കാണുന്ന കരോണയുടെ ഭീതി, ചെറിയ തുമ്മലൊന്നുണ്ടെങ്കിൽ കരോണ പേടിക്കണ്ട. എൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ക്യാൻ ഡിസ്പെൽ എനിത്തിങ്. എല്ലാം ഇൻഫെക്ഷനും എല്ലാം പ്രതിസന്ധികളും എല്ലാത്തിനെയും പൊട്ടിച്ചു കളഞ്ഞാണ്. ഞാൻ പറയട്ടെ, അപ്പോസ്തല പ്രവൃത്തി പറയാ, മരണത്തിന് പോലും അവനെ പിടിച്ചൊതുക്കാൻ പറ്റിയില്ല. അതാ നിങ്ങളും ഞാനും. മരണത്തിന് പോലും എന്ന് പറഞ്ഞാൽ എന്താ? മരണം എന്ന് പറയുന്നത് നമുക്കില്ല. കാര്യം, ഈ ശരീരം വീഴും, അകത്തെ മനുഷ്യൻ പ്രാണപ്രിയനായ യേശുവിൻ്റെ കൂടെ പോകും. കർത്താവ് വരുമ്പോൾ ഈ കാണുന്ന ശരീരം ഉരിഞ്ഞ് താഴോട്ടിട്ടിട്ട് നമ്മൾ കർത്താവിൻ്റെ കൂടെ മേഘാരൂഢനായി പോകും. അത്രയും ധൈര്യവും ഉറപ്പുള്ള തലമുറയാണ് നിങ്ങളും ഞാനും. വെറും വൈകാരികമായ ചെറിയ കാര്യം കിട്ടി സന്തോഷിച്ചു പോകുന്നവരല്ല. ദർ ഈസ് എ ഹയർ ലെവൽ, ദർ ഈസ് എ ഹയർ ക്ലാസ്, സ്പിരിച്വൽ മാൻ, ഹെവൻലി മാൻ എന്ന കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. ഞാൻ ഈ ദിവസങ്ങളിൽ ഇത് പറയുമ്പോൾ ഐ വിൽ റീച്ച് ദേർ, എക്സ്പ്ലെയിൻ ടു യു മൈ ഡിയർ. വെറുതെ സുബോധമില്ല, സുബോധം കളഞ്ഞ വിശ്വാസിയല്ല, പക്ക സുബോധം. ഇപ്പോൾ സുബോധത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞ് താഴോട്ട് പറയുമ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത് ഭയപ്പെടുന്ന മാർഗമല്ല. ആരോ എന്തോ കണ്ണുരുട്ടി എന്ന് പറഞ്ഞ് പുറകോട്ട് പോകുന്ന മാർഗമല്ല. എൻ്റെ ഈ കാര്യം നടന്നില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുക, പഴയ വഴിക്ക് പോകത്തില്ല. ആത്മാവിൽ നിറഞ്ഞവൻ ആത്മാവിൻ്റെ പിന്നാലെ നടക്കാൻ, അതിന് ഇന്ന് കമ്മിറ്റ് ചെയ്യാൻ തയ്യാറാണോ? എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ യേശു മതി എന്ന് പറയാൻ തയ്യാറാണ്. അവർ തല ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ മാത്രം കണ്ടു എന്ന് ആ മരുരൂപ മലയിൽ ആ വചനം എഴുതുക. പലതും കണ്ടു അവരവിടെ. മോശ കണ്ടു, പത്രോസിനെ കണ്ടു, പിതാവാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. പക്ഷെ തല ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ മാത്രം കണ്ടു. പ്രിയമുള്ളവരെ, ലോകത്തിൽ എല്ലാവരും കടയിവിടുമ്പോഴും അവൻ മാത്രം കൂടെ കാണും. ഇവിടെയും കാണും, ഇരുകരം നീട്ടി നമ്മളെ സ്വീകരിക്കാൻ സ്വർഗത്തിലും കാണും. ധൈര്യപ്പെടുക. ഹല്ലേലൂയ. നമ്പർ 1, സ്പെൻഡ് ടൈം വിത്ത് ദ വേൾഡ് ആൻഡ് പ്രേ. ഞാൻ പറയാം, എൻ്റെ വാക്കുകൾ നിങ്ങളുടെ റെവലേഷൻ തരത്തില്ല, പക്ഷെ റിവീൽ ചെയ്യുന്ന പിതാവാം ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങളിലിരിക്കുന്ന ക്രിസ്തു ആരാണ്? ക്രിസ്തു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും പിതാവ് ആരാണ്. Isn't it glorious? I can feel myself. ഇന്ന് പതിവില്ലാതെ I can feel all over me the fire of God, the anointing oil flowing, and it is going to flow into you. Every house that is watching me, എന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും കാണുന്നവരും, you are going to be ignited by the power of the Holy Spirit. ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങരുത്, ചെറിയ കാര്യങ്ങൾ കൂടുന്നരുത്. അതാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം പറയുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 24 കൂടെ വായിച്ച് 25 വായിക്കാൻ പോവുക. 24-ഉം 25-ഉം വായിച്ചു വാങ്ങി. ക്രിസ്തു യേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹം ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാനും കൂടെ തയ്യാറാകാം. ദിസ് ഈസ് എ കമ്മിറ്റ്മെന്റ്. ദിസ് ഈസ് എ കമ്മിറ്റ്മെന്റ്. ഇതൊരു തീരുമാനമാണ്. ഈ തീരുമാനം ആരും പിടിച്ചെടുക്കത്തില്ല, ചെയ്യങ്ങനെ പറയത്തില്ല. തൻ്റെ അടുക്ക വന്ന എല്ലാവരും സൗഖ്യമായി, ഇനിയും സൗഖ്യമാക്കും കർത്താവ്. പക്ഷെ ചിലർ ആ കുഷ്ഠരോഗിയെ പോലെ 10 കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്നു. കുഷ്ഠരോഗിയെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചിലർക്ക് കൈയില്ല, ചിലർക്ക് മൂക്കില്ല, ചിലരുടെ ചെവി നഷ്ടപ്പെട്ടു. കണ്ടാലേ അറിയാം ഇത് കുഷ്ഠരോഗിയാണ്.
അവരെ കണ്ട ഉടനെ അവർ യേശുവിൻ്റെ അടുക്കൽ ഓടി വന്നു. യേശു അവരോട് പറഞ്ഞു, ശുദ്ധരാകുക, ബി ക്ലെൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെ വന്ന നഷ്ടം നഷ്ടപ്പെടത്തില്ല. ഇനി അതായത് ഈ വിരൽ ഇവിടെ വരെ പോയിട്ടുണ്ടോ, ഇനിയും താഴോട്ട് പോകത്തില്ല. അവരോടി പുരോഹിതനെ കാണിക്കാൻ. കാര്യം എങ്ങനെയും തിരിച്ച് സമൂഹത്തിൽ കയറാൻ, തൽക്കാലം വിടുതൽ കിട്ടി തിരിച്ച് കമ്മിറ്റി കയറണം, തിരിച്ച് പള്ളി കയറണം. ആ പള്ളി കമ്മിറ്റിക്കകത്ത് കയറണം. കാര്യം എന്താ, ഇപ്പം കുറച്ച് തുട്ടൊക്കെ കൈ വന്നിട്ടുണ്ട്, നഷ്ടപ്പെട്ടതൊക്കെ കിട്ടി, ഞാനിപ്പം VIP തിരിച്ചോടി. അവർ ആൾക്കാർക്ക് കണ്ടാൽ അറിയാം പഴയ കുഷ്ഠരോഗിയാണ്. പക്ഷെ ഒരുവൻ യേശുവിൻ്റെ അടുക്കൽ ഓടി വന്നു, നന്ദി പറയാൻ. നന്ദി കർത്താവേ. അവിടെ ഉപയോഗിച്ച വാക്ക് യേശു പറഞ്ഞു, ബി ഹോൾ, പൂർണ്ണനാകുക എന്ന് പറഞ്ഞാൽ വിരൽ വീണ്ടും കിളുത്തു, പുതിയ മൂക്ക് വന്നു, ചെവി വന്നു. ഇവനെ കണ്ടാൽ പഴയ ആളാന്ന് തോന്നത്തില്ല, തിരിച്ചറിയത്തില്ല പഴയ കുഷ്ഠരോഗിയാണ്. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ യു ആർ വിത്ത് ജീസസ്. ചെറിയ വിടുതലും ചെറിയ കാര്യങ്ങൾക്ക് കിട്ടി പഴയതിലോട്ട് ഓടരുത്. ദർ ഈസ് എ ഹയർ ലൈഫ്. പഴയതിലോട്ടല്ല ഇനി മാറ്റുന്നത്, ക്രിസ്തുവിനോളമാക്കുക ചെയ്യുന്നത്. അവനെ മഹത്വത്തെ പ്രതിബിംബിക്കുന്ന കണ്ണാടി. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ആ വ്യക്തിപരമായ അങ്ങയിൽ വസിക്കുന്ന അനുഭവം എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വി ആർ നോട്ട് ടോക്കിംഗ് ഓഫ്, ഇതിനകത്ത് മുഴുവൻ ഇംപെർഫെക്റ്റ് ആൾക്കാരല്ലായിരുന്നോ? പത്രോസ് ആയിക്കോട്ടെ, പൗലോസ് ആയിക്കോട്ടെ, ഇവരെല്ലാവർക്കും അവരുടേതായ കുറവും ബലഹീനത ഉണ്ടായിരുന്നു. പക്ഷേ യു വിൽ ഫൈൻഡ് ദം ബിക്കമിങ് ഹീറോസ് വാക്കിംഗ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ബൈബിളിൻ്റെ ഏറ്റവും മനോഹാരിത എല്ലാവരുടെ ബലഹീനതയും എല്ലാവരുടെയും വീഴ്ച ഇതിനകത്ത് എഴുതിയിരിക്കുക. എന്തിനാണെന്നറിയോ? നിങ്ങൾക്കും എനിക്ക് മനസ്സിലാകാൻ. ഈ പത്രോസിനും ഈ മോശയും ഇവർക്ക് എല്ലാവർക്കും ബലഹീനതയുണ്ടായിരുന്നു, ന്യൂനതയുണ്ടായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് വന്ന് നികത്തി. യു ടു ക്യാൻ ഹാവ് എ ലൈഫ്. ഇന്ന് വേണ്ടെന്ന് വെക്കേണ്ടതെല്ലാം വേണ്ട. കർത്താവിനോട് പറയണം, റിവീൽ യുവർ സെൽഫ് ഇൻ മീ, റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ്. പ്രാർത്ഥിക്കാം. പിതാവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും കാണാൻ പോകുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൃദയ കണ്ണ് പ്രകാശിക്കട്ടെ. അകത്ത് ആ കത്തലുണ്ടാകുമ്പോൾ ആ കത്തലും അതിൻ്റെ അടുത്ത വെളിപ്പാടും, ആ വെളിപ്പാടിൽ നടക്കുന്നവർ അവൻ്റെ കൂടെ വസിക്കുവാനുമുള്ള ആ മനസ്സ്, തീരുമാനം ഈ ദിവസങ്ങളിൽ കർത്താവെ ഇരിക്കുമ്പോൾ ഒരു സ്വഭാവമായി മാറണം. കർത്താവിൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളത് ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളെ പിടിച്ചിരുത്തിരിക്കുക. ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഞങ്ങളെ പിടിച്ചിരുത്തിരിക്കുക. ഈ ഇരുത്തിരിക്കുന്നത് ഇരിക്കാനുള്ള സ്വഭാവമാക്കി മാറ്റണം. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാണുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ദിവ്യ സമാധാനത്താൽ നിറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദിവ്യ സമാധാനത്താൽ നിറയട്ടെ. അപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യം വരട്ടെ. കർത്താവെ, അത്ഭുത സൗഖ്യം വരട്ടെ. അവരിയ്ക്കുന്ന ഭവനങ്ങൾ മുഴുവൻ അങ്ങയുടെ തേജസ്സും മഹത്വം നിറഞ്ഞ ഭവനങ്ങളായി മാറട്ടെ. ബ്ലെസ്സഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കരുണയ്ക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഷെയർ ദിസ് വേൾഡ്. എല്ലാവരെയും ഷെയർ ചെയ്യണം. കർത്താവിൻ്റെ തേജസ് ഇങ്ങനെ കത്തി നിൽക്കുക. പലർക്കും അവർക്ക് തിരിച്ചറിയാൻ പറ്റും ഇൻ യുവർ ബോഡി. അതുപോലെ ശരീരത്തിൽ തിരിച്ചറിയുന്ന പോലെ ദി അനോയിൻറ്റിങ് ഹാസ് ഫ്ലോഡ് ഔട്ട്. ബട്ട് അതുകൊണ്ട് നിർത്തരുത്. ടേക്ക് ദി അനദർ സ്റ്റെപ്പ് ആൻഡ് സേ, ജീസസ്, ഐ വോണ്ട് ടു അബൈഡ് ഇൻ യു. ഐ വോണ്ട് യുവർ റെവലേഷൻ. അങ്ങയുടെ ആ വെളിപ്പാട് എനിക്ക് വേണം. അങ്ങയുടെ കൂടെ വസിക്കണം. ഞാൻ പറയാം, അവിടെയാണ് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ക്വാറന്റൈനിലൊക്കെ ഇരിക്കുന്നവരെ ഒന്ന് വിളിക്കണം. പോകണ്ട, അവിടെ ഫോണിൽ വിളിക്കണം. വീടുകളിലൊക്കെ ഇരിക്കും. ഈ ദിവസങ്ങളിൽ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഫോൺ ചെയ്ത് വർത്താനം പറഞ്ഞ് ഉത്സാഹിപ്പിക്കണം. കാര്യം കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് മടുപ്പാകും.
ഒറ്റയ്ക്ക് ഇരിക്കുന്നവർ, പ്രത്യേകിച്ച് ഒരു മുറിക്കകത്തൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര നേരമാണ് പലതും ചെയ്യുന്നത്. സോ അവരെ വിളിക്കണം, അവരുടെ വിശേഷമാരെ നല്ല സാക്ഷ്യങ്ങൾ പറയണം, നല്ല സാക്ഷ്യങ്ങൾ പറയണം. താങ്ക് യു റേജി ബ്രദർ, ബ്ലെസ് യു ഓൾസോ. നാളെ രാവിലെയും വൈകിട്ടും പതിവ് പോലെ തോമസ് കുട്ടി ബ്രദർ രാവിലെ ഉണ്ട്. കർത്താവ് അനുവദിച്ചാൽ, കർത്താവിന് വരവ് താമസിച്ചെങ്കിൽ വൈകുന്നേരം 8:30 മണി ഇന്ത്യൻ ടൈമിൽ ഞാനുമുണ്ട്. ഇറ്റ് വിൽ ബി എ വണ്ടർഫുൾ ടൈം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്രൂസൈഡിന് ഒരുങ്ങുന്ന പോലെയാണ് എൻ്റെ മനസ്സ് നിൽക്കുന്നത്. ബിക്കോസ് കോട്ടയത്തെ 40 ദിവസം ഉപവാസമല്ലേ നടക്കുന്നത്. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓൾ ഓവർ ദ വേൾഡ്. ബ്ലെസ് യു സുനിൽ, ബ്ലെസ് യു ഫ്രാൻസിസ് മെബ്സൺ, യു ആർ ഓൺ ഫയർ. ജയേഷ്, മഞ്ജു സിസ്റ്റർ, ബ്ലെസ് യു. മഞ്ജു സിസ്റ്ററൊക്കെ ഡെയിലി ഇതിനകത്തുള്ള എല്ലാവരും തന്നെ ഡെയിലി ഉണ്ട്. God bless you, God bless you. Don't miss a single fellowship. ഇത് വീണ്ടും കാണണം, ഒന്നുകൂടെ കാണണം ടിൽ ഇതകത്തിങ്ങനെ പതിയണം. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ യു വിൽ ഹാവ് എ ഡിഫറെൻ്റ് ആംഗിൾ. ദ വൺ ഇൻ യു ഇസ് ഗ്രേറ്റർ. ഭയപ്പെടരുത്, ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ ഇഗ്നറൻറ്റും ആകരുത്. ഗോഡ് ബ്ലെസ് യു.